മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ തകർക്കാൻ ബിജെപി രഹസ്യ നീക്കങ്ങൾ ശക്തമാക്കിയതായി ആരോപിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷാക്കെതിരെയാണ് ഉദ്ധവ് താക്കറെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഉദ്ധവിന്റെ ആരോപണം. തന്നെയും NCP നേതാവ് ശരത് പവാറിനെയും ലക്ഷ്യമിട്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ രഹസ്യയോഗം നടന്നിരുന്നതായി ഉദ്ധവ് ആരോപിച്ചു. എന്നാൽ ജനങ്ങളാണ് തന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടതെന്നും BJP അല്ലെന്നും ഉദ്ധവ് നിലപാടറിയിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസും ഉദ്ധവിന്റെ നേതൃത്വത്തിലുള്ള ശിവസേനയും ഒപ്പം ശരത് പവാറിന്റെ NCPയും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യമാണ് മത്സര രംഗത്തുള്ളത്. നിലവിലെ അവസ്ഥയിൽ ഈ സഖ്യം 154 സീറ്റുകൾ വരെ നേടുമെന്ന് ഇതിനോടകം തന്നെ പല സർവേകളിലും പറയുന്നുമുണ്ട്. അടുത്തിടെ നാഗ്പൂരിലെത്തിയ അമിത്ഷാ അവിടെ ഒരു രഹസ്യ യോഗം സംഘടിപ്പിച്ചുവെന്നും ആരോപണമുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടാനും അവരെ പിളർത്താനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് ഈ രഹസ്യ യോഗത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് ഉദ്ധവ് ആരോപിക്കുന്നത്. എന്നാൽ ഗഡ്കരിക്ക് എതിരെയുള്ള കരുനീക്കമാണ് ഈ യോഗത്തിന് പിന്നിലെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അടുത്തിടെ നാഗ്പൂരിലെത്തിയ അമിത്ഷാ BJP നേതാക്കളുമായി രഹസ്യ യോഗം ചേർന്നു. പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനും എന്നെയും ശരത് പവാറിനെയും രാഷ്ട്രീയമായി തടയാനുമാണ് അതിൽ നിർദ്ദേശം നൽകിയത്. എന്തിനാണ് ഇത്തരം രഹസ്യ യോഗങ്ങൾ? അദ്ദേഹത്തിന് ഇത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞുകൂടെ എന്നായിരുന്നു ഉദ്ധവിന്റെ ചോദ്യം. തങ്ങളെ ദുർബലരാക്കിയാൽ BJPക്ക് മഹാരാഷ്ട്രയെ എളുപ്പത്തിൽ കൊള്ളയടിക്കാൻ കഴിയുമെന്നാണ് ഉദ്ധവ് പറയുന്നത്. 3 പതിറ്റാണ്ട് കാലത്തെ സഖ്യത്തിന് 2014 BJP അന്ത്യം കുറിച്ചെങ്കിലും ശിവസേനയ്ക്ക് ആ തെരഞ്ഞെടുപ്പിൽ 63 സീറ്റുകൾ നേടാൻ കഴിഞ്ഞെന്നും മുതിർന്ന ശിവസേന നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കൂടിയായ ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അധികാരത്തെ മാത്രം സംബന്ധിച്ചുള്ളതല്ലെന്നും മഹാരാഷ്ട്രയെ കൊള്ളയിൽ നിന്ന് രക്ഷിക്കാൻ കൂടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശിവസേന ഉൾപ്പെടുന്ന MVA സഖ്യത്തിന് സംസ്ഥാനത്ത് വലിയ വിജയം നേടിത്തരണമെന്നാണ് ഉദ്ധവ് ആവശ്യപ്പെടുന്നത്. അതേസമയം നവംബർ 26-ന് മുൻപ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഉത്സവ ആഘോഷ സീസൺ ആയതിനാൽ ഇതുകൂടി കണക്കിലെടുത്താവും കമ്മീഷന്റെ തീരുമാനമെന്നാണ് സൂചന. അധികം വൈകാതെ തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും.